നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരാ ഈ രോഹിത്? രോഹിത് എന്റെ മകനാ. സത്യഭാമ? അത് ഞാനാ. ജപ്തി നടപടികൾക്ക് തടസ്സം വന്നാൽ കുടിശ്ശികക്കാരായ നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച് തുക ഈടാക്കാനും ഓർഡറിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ നോക്കണം. നോട്ടീസ് കൈപ്പറ്റിയ സ്ഥിതിക്ക് വീടും പുരയിടവും സർക്കാരിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും മരങ്ങൾ മുറിക്കുകയോ മറ്റു ക്രയവിക്രയങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ വല്ലതും പ്രഥമ ദൃഷ്ടിയാൽ കാണുകയാണെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്. എല്ലാം കൊണ്ടുപോയി കളഞ്ഞല്ലോ ഭാമേനി. പ്രാവ് കൂടുകൂട്ടുന്നത് പോലെ നുള്ളിപ്പറക്കി ഉണ്ടാക്കിയതെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ നീ? എന്തിനാ എന്നെ കൂടെ ബാക്കി വെച്ചേക്കുന്നേ? കൊന്നാളാ. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നതൊക്കെ കൈവിട്ടു വന്ന് കാണാനേ ഞാൻ ഈ ഭൂമിയിൽ വേണ്ട. എനിക്കത് കാണാനുള്ള ശക്തിയില്ല. ഒന്നുകിൽ നീ എന്നെ അങ്ങ് കൊല്ലണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഇതിനൊരു പരിഹാരം കാണണം. ഞാൻ ദാസൻ എന്ന് വിളിക്കട്ടെ. എല്ലാത്തിനും ധൈര്യം തന്നത് അയാളാണല്ലോ. എന്തെങ്കിലും ഒരു വഴി അയാൾ പറയാതിരിക്കില്ല. എന്നാ വിളിക്ക്. ഒട്ടും താമസിപ്പിക്കല്ലേ ഭാമേ. കേട്ടിട്ടും കാൽപാദം അടക്കുന്ന പുകയെ എനിക്ക് തലോറ്റുന്നതാണോ അതോ നെഞ്ചുവിനെടുക്കുകയാണോ വല്ലാത്തൊരു പരിഭ്രമമാണ്. നിന്നിപ്പില് മരിച്ചു പോണെങ്കിലും പ്രാർത്ഥിച്ചു പോവോ? രാഘവേട്ടൻ എവിടെയെങ്കിലും ഇരിക്കും. നീ എന്റെ കാര്യം വിട് ഭാമേ. ആരെന്ന് വെച്ചാ വിളിക്ക്. നമ്മുടെ ഈ മണ്ണ് അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആയ കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ മുതല 5ഉം 10ഉം ഒക്കെ വെച്ച് കൂട്ടി ഉണ്ടാക്കിയതാ. വിളിക്ക്. ആരെന്ന് വെച്ചാ വിളിച്ച് പറ. ഇവിടെ നിന്നിറങ്ങാൻ മനസ്സിലെന്ന് പറ. നിർബന്ധം പിടിച്ച 2 മനുഷ്യക്കോലങ്ങള് ഈ വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂമെന്ന് വിളിച്ച് പറ നിന്റെ മന്ത്രിയോട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.